സിനിമാ മേഖലയിലുള്ള പ്രമുഖരുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ വരുന്നത് സ്ഥിരമാണ്. വിവാഹമോചനം നേടിയവരെക്കുറിച്ചുള്ള മറ്റ് വ്യാജ വാർത്തകൾക്കും ഒരിക്കലും പഞ്ഞമുണ്ടാവാറില്ല. ഇപ്പോൾ കോളിവുഡിലാണ് ഇത്തരം വ്യാജ വാർത്തകൾ നിറയുന്നത്. നടൻ ജയൻ രവിയും ഭാര്യ ആർത്തി രവിയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ് സിനിമാ ലോകത്തെ ചൂടുപിടിച്ച ചർച്ചാ വിഷയം. ട്വിറ്ററിലൂടെ താൻ വിവാഹമോചിതനാകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജയൻ രവിക്ക് പിന്നാലെ തന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് പറഞ്ഞ് ആർത്തി രവി രംഗത്തെത്തിയത് വാർത്തയായി. തുടർന്നൊരു സോഷ്യൽ മീഡിയ യുദ്ധം തന്നെ നടന്നു. വിവാഹമോചനത്തിന് ജയൻ രവി കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ്. 15 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഭാര്യ ആർത്തിയിൽ നിന്ന് വിവാഹമോചനം നേടുകയാണെന്ന് ജയൻ രവി പ്രഖ്യാപിക്കുകയായിരുന്നു. മക്കളായ ആരവ്, അയാൻ എന്നിവരുടെ സംരക്ഷണം വേണമെന്നും 10 വർഷമോ 20 വർഷമോ അല്ലെങ്കിലും എത്ര സമയമെടുത്താലും ഇതിനായി കോടതിയിൽ പോരാടാൻ തയ്യാറാണ് എന്നും ജയൻ രവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്നായിരുന്നു ഭാര്യയുടെ പക്ഷം. ആർത്തിയുടെ അച്ഛന് എല്ലാം അറിയാമെന്നും അതിന് തന്റെ പക്കൽ തെളിവുണ്ടെന്നും ജയൻ രവിയും പറഞ്ഞു. ECRലെ വീട്ടിലാണ് ജയൻ രവിയും ആർത്തിയും ഒന്നിച്ച് ജീവിച്ചിരുന്നത്. ബന്ധം ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കാറ് മാത്രമേ എടുത്തുള്ളൂ എന്നും വീട്ടിലുള്ള മറ്റുള്ള സാധനങ്ങൾ തിരിച്ചു തരണം എന്നും ആവശ്യപ്പെട്ട് ഭാര്യയ്ക്കെതിരെ ജയൻ രവി അടയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിനിടെയാണ് നിയമപരമായി ബന്ധം വേർപിരിയുന്നതിന് മുമ്പ് ജയൻ രവി മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. നടി പ്രിയങ്ക മോഹനുമായി രഹസ്യമായി വിവാഹ നിശ്ചയം നടന്നു എന്ന് പറഞ്ഞ് ചിത്രങ്ങളും പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. ഇതോടെ ജയൻ രവിയെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയാണ് ഒരു വിഭാഗം. എന്നാൽ സത്യാവസ്ഥ അതല്ല. ജയൻ രവി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബ്രദറിന്റെ ലൊക്കേഷൻ സ്റ്റില്ലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. M രാജേഷ് സംവിധാനം ചെയ്യുന്ന ബ്രദർ എന്ന ചിത്രത്തിൽ ജയൻ രവിയുടെ നായികയായി എത്തുന്നത് പ്രിയങ്ക മോഹനാണ്. ചിത്രത്തിന്റെ പോസ്റ്ററുകളെല്ലാം നേരത്തെ വന്നതാണ്. ഒക്ടോബർ 31-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യും. സിനിമയ്ക്കൊരു വ്യത്യസ്ത പ്രൊമോഷൻ നൽകി അണിയറ പ്രവർത്തകർ തന്നെയായിരുന്നു ചിത്രങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ അതൊരു സൈബർ അറ്റാക്കിലേക്ക് പോവുകയായിരുന്നു. വിവാഹമോചന വാർത്തയ്ക്ക് പിന്നാലെ ഗായികയായ കെനിഷ ഫ്രാൻസിസിനൊപ്പം ജയൻ രവിയുടെ പേര് ചേർത്തുള്ള ഗോസിപ്പുകളും വന്നിരുന്നു. വിവാഹമോചനം പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം ജയൻ രവി തന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് കെനിഷയ്ക്കൊപ്പമാണെന്നായിരുന്നു ഗോസിപ്പുകൾ. എന്നാൽ കെനിഷ ഒരു ഹീലറാണെന്നും വിവാഹമോചനത്തിന്റെ പ്രഷറിലായിരുന്ന തനിക്കൊരു തെറാപ്പിസ്റ്റായും സുഹൃത്തായും കൂടെ നിന്ന ആളാണെന്നും ജയൻ രവി വ്യക്തമാക്കിയിരുന്നു. കെനിഷയുമായി ചേർന്ന് ഒരു ആത്മീയ രോഗശാന്തി കേന്ദ്രം ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായും അതിന് അനുയോജ്യ സ്ഥലത്തിനായി തിരയുകയാണെന്നും വിവാഹമോചനത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും ജയൻ രവി പറഞ്ഞിരുന്നു. പേരൻസിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് വിവാഹമോചന സമയത്ത് ജയൻ രവി കടന്നുപോയത് എന്ന് കെനിഷ ഫ്രാൻസിസും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹമോചനത്തിന്റെ കാരണമായി ജയൻ രവി ആരോപിച്ചത് ആർത്തിയുടെയും കുടുംബത്തിന്റെയും ടോർച്ചറിംഗ് ആണ്. തന്റെ പണം കൈകാര്യം ചെയ്യുന്നത് ആർത്തിയാണെന്നും സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് നിർമ്മാതാവ് കൂടെയായ ആർത്തിയുടെ അമ്മയാണെന്നുമൊക്കെയാണ് ജയൻ രവിയുടെ ആരോപണങ്ങളിലുള്ളത്.